വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല കേട്ടോ അഴിക്കാനായിട്ട്. ചില എൻ്റെ ഡിസ്കില്ലേന് ഇതിൻ്റെ മുകളിൽ ഇതുമ്മൊരു ഡിസ്ക് ഉണ്ടാവും. ഈ സംഭവം ഇല്ല കേട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാണ്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാലേ കണ്ടാ മൾട്ടിപോർട്ട് വാൽവാണിത്. ഡിസ്ക് ഫിൽറ്ററുകളില്ല. അതെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച് ഇതഴിച്ചപ്പോഴേ അതിൻ്റെ ഉള്ളിലുമില്ല. ഇതിങ്ങനെയാണ് വെച്ചായിരുന്നു. ഇങ്ങനെ വെച്ചാലെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ വീഴുന്ന മുകളിലുണ്ടാവുന്ന അഴുക്കുള്ള അത് ബാക്ക് വാഷിന് പോണ വെള്ളം മൊത്തം ഇതിലേക്ക് കയറിങ്ങായിട്ടും ടാങ്കിലേക്ക് പോവും. കുറച്ച് നാളൊക്കെ നല്ല രീതിയിൽ പോവും, പക്ഷെ പിന്നീട് അത് ടാങ്കിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഡിസ്ക് ഫിൽറ്റർ ഇടുന്നത് അതിനാണ്. ഇതിൻ്റെ മുകളിലത്തെ ഡിസ്ക് ഫിൽറ്റർ ഇടുന്നത്, അടിയിലത്തത് ഇടുന്നത് ക്ലീനായിട്ട് മുകളിലേക്ക് കയറിപ്പോവാൻ. അപ്പോൾ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ റീഫില്ല് ചെയ്യുമ്പോഴായാലും എന്തിൻ്റെ ആയാലും പൈസ നമ്മൾ വേണമെങ്കിൽ ആവശ്യത്തിന് മേടിക്കുക. നമുക്ക് മുതലിക്കണില്ലെങ്കിൽ ആ പൈസ പറഞ്ഞ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യുക. ഇതേപോലെ ഇപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല ഇതിന് ഫിൽറ്റർ വേണോ, ഇതിന് ഞാൻ ഇവരോട് ചോദിച്ചാൽ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല. ഫിൽറ്റർ വേണോ, ഒരാൾ കുറ്റം പറയുക, ഒരു സ്ഥാപനത്തെ കുറ്റം പറയല്ല. ഇത് വെച്ച സ്ഥാപനത്തിൻ്റെ പേരും പറയണില്ല, ആളെ പേരും പറയണില്ല, നമുക്കറിയില്ല ഏത് വ്യക്തിന് വെച്ചതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ചെയ്യുമ്പോൾ ഇതുപോലെ അക്രമങ്ങൾ ചെയ്യരുത്. ഇതിൻ്റെ ഡിസ്ക് ഫിൽറ്റർ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അതിനാണ് കമ്പനി ഇതിന് ഡിസ്ക് ഫിൽറ്ററൊക്കെ കൊടുത്തു വരുന്നത്. ഇത് അടി കൊടുക്കണ ഡിസ്ക് ഫിൽറ്ററാണ്. ഈ സ്റ്റെയിനർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത് മാത്രമായിട്ട് നമുക്ക് കിട്ടൂല. അടിയിലത്തെ ഇത് മാത്രമായിട്ട് കിട്ടില്ല, ഒരു സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇതേപോലെ ഒരു ബോക്സിൽ ഇതൊരു സെറ്റായിട്ടേ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ എന്ത് വേണം, ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു ചിലവാണ് ഇവിടെ വന്നേക്കണത്. നമ്മളതൊക്കെ എന്തായാലും നമ്മൾ ഒരെണ്ണം ഈ റീഫില്ല് ചെയ്യാൻ വരുമ്പോൾ മൾട്ടിപോർട്ട് വാൽവ് കൂടുതൽ കൊണ്ടുവരാറുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഡിസ്കുകൾ ദ്രവിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഴിക്കാൻ കിട്ടാതെ പൊട്ടിപ്പോവുക, അങ്ങനെ പല പ്രശ്നങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എക്സ്ട്രാ നമുക്ക് കരുതിയിട്ടുള്ള കാരണം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേപോലെ അക്രമങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇട്ട് ഇങ്ങായിട്ട് റീഫില്ല് ചെയ്യാം. പക്ഷേ അതിക്ക് മുമ്പ് ഇതുമുള്ള എല്ലാ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കളയണം. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ കഴുകിയില്ലെങ്കിലും വീട്ടുകാർ നമ്മളോട് ചോദിക്കൊന്നുമില്ല എന്താ കഴുകാഞ്ഞൊന്നും ചോദിക്കില്ല. ചിലർ പാവങ്ങളാണ്, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ചില അറിവില്ലായ്മ നമ്മൾ മുതലാക്കരുത്. നമുക്ക് കൂടി വന്ന് ഒരു അരമണിക്കൂർ കൂടുതൽ പോകും. എന്നാലും ഒരാൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയണത്. അല്ലാണ്ട് ഞാൻ വലിയൊരു ഇതിൻ്റെ മെയിൻ വർക്ക് ചെയ്യുന്ന ആൾ ഞാൻ മാത്രമാണ്, എല്ലാം ബാക്കിയുള്ളൊരു മോശമാണെന്നല്ല. നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് പേര് ദോഷമാണ്. ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ കൃത്യമായിട്ട് ചെയ്യാം.